സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ ജില്ലകൾ തമ്മിലാണ് മത്സരം. ഭരതനാട്യം, ഒപ്പന, മിമിക്രി, നാടോടി നൃത്തം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തും. ഇന്നലെ ചില മത്സരങ്ങൾ ഏറെ വൈകിയും തുടർന്നിരുന്നു. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ജനപ്രിയ ഇനങ്ങൾ വേദിയിലെത്തുന്ന ദിവസം കൂടിയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിപിൻ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് ജനപ്രിയ ഇനങ്ങൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതിൽ നാടകമാണ്. നാടകം ഹൈസ്കൂൾ വിഭാഗത്തിൻ്റേത് ഇന്ന് കർണികാരം സ്റ്റേജിൽ ഇന്ന് അരങ്ങിലേക്ക് എത്തുകയാണ്. ഏറ്റവും പ്രതീക്ഷയോടുകൂടിയും ഒപ്പം തന്നെ അതിൻ്റെ ഒരു നിലവാരം, അത് എങ്ങനെയായിരിക്കും കുട്ടികൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നാടകം ഏറ്റവും കൂടുതൽ കാണികൾ ആസ്വദിക്കാൻ എത്തുന്ന ഒരു ഇനം കൂടിയാണ്. അപ്പോൾ ഇന്ന് നാടകം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്നുള്ളത് 25 വേദികളിലായി ഇന്ന് ഭരതനാട്യമുണ്ട്, മംഗലം കളിയുണ്ട്, തിരുവാതിരക്കളി, ഒപ്പന തുടങ്ങിയിട്ടുള്ള ഒരു കളർ ഐറ്റം എല്ലാം തന്നെ, അത്തരം ഇനങ്ങളെല്ലാം തന്നെ ഇന്ന് സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദിയിൽ എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ഇന്നലെയൊക്കെ ഈ ഒന്നാമത്തെ വേദി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. കാരണം ഇന്നലത്തെ മോഹിനിയാട്ടമൊക്കെ കാണാൻ അത്രത്തോളം ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. എല്ലാ വേദികളിലും സാമാന്യം നല്ല രീതിയിലുള്ള തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ചൊരു മത്സരം കൂടി ആദ്യത്തെ ദിവസം പിന്നിടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ എന്നിവരാണ് ഇപ്പോൾ 100 പോയിന്റിന്റെ അപ്പുറം എത്തി നിൽക്കുന്നത്. മൂന്നും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്കാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ ഈ പ്രധാന ഐറ്റം കൂടി കഴിയുന്നതോടുകൂടി ആ മത്സരം മുറുകും എന്നുള്ള കാര്യം തെല്ലും സംശയമില്ലാത്തതാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇന്നലത്തെ പല മത്സരങ്ങളും ഏറെ വൈകിയിരുന്നു. ഉദ്ഘാടന ചടങ്ങ് സാമാന്യം വൈകിയത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മംഗലം കളി ഉൾപ്പെടെയുള്ളവ 10 മണിക്ക് ശേഷവും രാത്രി 10 മണിക്കും അവസാനിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു സമയക്രമം ഏറെക്കുറെ പാലിക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 9 മണിയോടുകൂടി ആദ്യത്തെ മത്സരം ഭരതനാട്യം ഒന്നാമത്തെ വേദിയിലേക്ക് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി വിപിൻ സി വിജയനാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.